Yes, good afternoon. Good afternoon, sir. Good afternoon, sir. Okay, okay. Okay, Shahana. Good afternoon. Okay. എൻ്റെ പേര് ജോബ്. മൈ നെയിം ഈസ് ജോബ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ പഠിക്കുക എന്നുള്ളതല്ല, സംസാരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ആഴ്ചയിൽ 2 ദിവസമുള്ള ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അറിയാവുന്നതും പറയാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. ഓക്കെ Okay, sir. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓക്കെ അൽഫിയ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ജോലിയെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ കോഴ്സിൽ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവരെയും പരിചയമില്ല എങ്കിലും ഞാൻ പറയാം, നിങ്ങൾ ഈ ഇരിക്കുന്നവരില് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത എത്ര പേരുണ്ട്? പ്രിൻസി ഉണ്ടോ? ഇല്ലേ? യെസ്. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു ജോലി ലഭിക്കണമെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് വേണ്ട ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ആ ഇന്റർവ്യൂവിൽ നമ്മൾ വിജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. അപ്പൊ ഇന്റർവ്യൂ എന്ന് പറയുന്ന ആ കടമ്പ അത് കിടക്കണമെങ്കിൽ കുറച്ച് ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കാനും പറയാനും ഉള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കും. യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ്. അപ്പൊ ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളൊരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാതെ വിചാരിക്കും, സപ്പോസ് ഇതിന്റെ ധൈര്യമുള്ളത് ആരാണ്? സെൽഫ് കോൺഫിഡൻസ് ഉണ്ടോന്ന് അറിയട്ടെ. ഐ ആം റെഡി എന്ന് പറഞ്ഞിട്ട് ഒരാളെന്ന് പറഞ്ഞു. I am ready, sir. വെരി ഗുഡ്. ആരതി അല്ലേ? Yes, sir. ഓക്കെ ആരതി, വെരി ഗുഡ് വെരി ഗുഡ്. ആരതി, Yes, sir. ആരതിയുടെ നാട് എവിടെയാണ്? Kayankulam, sir. Alapura. ആലപ്പുഴ. ഓക്കെ, വെരി ഗുഡ്. ആൻഡ് യു ആർ കമ്മിങ് ഫ്രം ആലപ്പുഴ? Yes. Yes. Aradi, Yes, please sir. make an introduction about yourself. Sir. Please give an introduction about yourself. Sir, my name is Arati J.S. I'm from Alapura, Kayankulam. I Yes. completed my degree, BCom, taxation. Yes.
I'm married, and Yes. now my husband's place is Palakkad. Yes. I have a daughter, sir. Yes. That's all about me, sir. That is all. Yes, sir. Very good, very good, very good, Arathi. Very good, very good. Okay, okay, okay. Thank ആരതി you. ഇപ്പൊ പറഞ്ഞതുപോലെ ഓരോരുത്തരും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും, സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കും. നിങ്ങൾ ആരാണ്? അപ്പൊ നിങ്ങൾ പറയണം, മൈ നെയിം ഈസ് ആൻസി അലക്സ്. ഐ ആം കമ്മിങ് ഫ്രം, എവിടെ നിന്ന് വരുന്നു, നിങ്ങൾക്ക് വരുന്ന സ്ഥലത്തിന്റെ പേര് പറയും. നിങ്ങൾ ഏത് വിഷയത്തിലാണ് എക്സ്പെർട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. I completed my postgraduate degree. I completed my degree in economics, politics, so and so, whatever you like. And in addition to that, I also passed the computer application course or the computer diploma course. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറയുന്നു, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ എക്സ്പെർട്ട് ആണെങ്കിൽ, ഐ ആം എക്സ്പെർട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് പാടാനായിട്ട് അറിയാൻ പറ്റും, ചിലപ്പോൾ നിങ്ങൾക്ക് പറയാനായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻസ്ട്രുമെന്റിലായിരിക്കാം, അതായത് കലാപരമായിട്ടുള്ള കഴിവാണ്. ഐ ആം എക്സ്പെർട്ട്. ഏത് ഫീൽഡിലാണോ നിങ്ങൾ എക്സ്പെർട്ട്, ആ എക്സ്പെർട്ട് ആയിട്ടുള്ള നിങ്ങൾ ഫീൽഡിനെ കുറിച്ച് പറയും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു പക്ഷെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ആ സ്കൂളിലെ കോളേജിലെ ഏറ്റവും മികച്ച രീതിയിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് നേടിയിട്ടുള്ള ആളാണെങ്കിൽ, അതായത് സ്പോർട്സിൽ അല്ലെങ്കിൽ ഗെയിംസിൽ, അതുമല്ല വേറെ ഏതെങ്കിലും ഐറ്റംസിൽ, കലാപരമായിട്ട് ഐറ്റംസിൽ നേടിയിട്ടുള്ളതാണെങ്കിൽ ആ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് പറയുന്നു. ഇനി നിങ്ങളുടെ ഹോബി, അതിനെക്കുറിച്ച് പറയുന്നു. യെസ്, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. ഏത് ജോലിക്ക് ചെല്ലുമ്പോഴും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. നിങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ പറയും. ഇത് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തരുന്ന ഫസ്റ്റ് ബോളാണ്. അവിടെ നിങ്ങൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള ചോദ്യങ്ങൾക്ക് അവർ വലിയ പ്രസക്തി കൊടുക്കില്ല. നേരെ മറിച്ച് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ തന്നെ നമ്മൾ വളരെ വെൽ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് പറഞ്ഞു കഴിയുമ്പോൾ ഉള്ളത് ഈ കുട്ടിയെ നമുക്ക് സെലക്ട് ചെയ്യാം എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കറക്റ്റായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറയാനായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു പേപ്പർ തന്നിട്ട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ മനോഹരമായിട്ട് എഴുതും. പക്ഷെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചിലപ്പോൾ പറയില്ല, നിങ്ങൾക്കത് അറിയാം. പക്ഷെ പറയാനായിട്ടൊരു ചമ്മലുണ്ടാവും, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകുമോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ആ തോന്നലുകൾക്ക് എല്ലാത്തിനും നമ്മൾ എന്ത് പറയുന്നു? ഇവിടെ പറയുന്നു. ഇവിടെ മുതൽ 2025 നാളെ ആരംഭിക്കുമ്പോൾ 2025 ആ ഈവില് നമ്മളൊരു തീരുമാനമെടുക്കുന്നു. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് നമ്മൾ പരിഗണിക്കുന്നില്ല. നമ്മൾ ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നു. ഓക്കെ, പക്ഷേ നമ്മൾ ആ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നു. വി വിൽ ഗോ. കാരണം ഇതുവരെ മറ്റുള്ളവർ പറഞ്ഞ എന്താണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് പലപ്പോഴും നമ്മൾ തടയപ്പെട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ സംഭവിക്കരുത്. അപ്പൊ അതുകൊണ്ട് ഐ വിൽ സപ്പോർട്ട് യു ആൻഡ് യു കോപ്പറേറ്റ് വിത്ത് മീ. നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഇനി ആൻസി അലക്സ്. Yes, sir. ഓക്കെ, സജിത അല്ലേ? സജിത അല്ലേ? സജിത ബാനു ആണ് അല്ല? ആൻസി അലക്സ് അല്ലേ? ആൻസി അലക്സ്, ആൻസി അലക്സ് ഇല്ല. ദീപ വി, ദീപ പ്രേസ്തൂര, ദീപ. എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഇനി എന്ത് കുരിശാണോ വരാൻ പോകുന്നത് വിചാരിച്ചില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല മക്കളെ, അതൊക്കെ വിട്. ഇവിടെ നിന്ന് നമ്മൾ വേറെ ലെവലിലോട്ട് പോവുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കല്ലേ. ദീപ, അപ്പൊ ദീപയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലേ? സജിത ബാനു, സജിത, രമ്യ, ഷിഫ്ന, ലിജി ബിബിൻ, മിനി ശ്രീകുമാർ, സഫാന, ആദിത്യ, ആശ ജയൻ,
Yes, sir. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഞാനിപ്പോഴുണ്ടല്ലോ നോക്കി 3, 2, 5, 2, 7, 8 പേരെ വിളിച്ചു. 8 പേരെ വിളിച്ചിട്ടും അവരാരും റിയാക്ട് ചെയ്തില്ല. അപ്പൊ ആദ്യമേ തന്നെ ആശ ജെയിൻ അഭിനന്ദനം. യു റിയാക്റ്റഡ് റിയാക്ട് ചെയ്തില്ലേ? അതിന് തന്നെ എല്ലാവരും വിഷമിച്ച് ഇരിക്കുന്നതായിരിക്കും. നിങ്ങൾ ടെൻഷനും വിഷമമൊക്കെ അങ്ങനെ കളഞ്ഞു. വളരെ അടിപൊളിയായിട്ട് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്, വളരെ രസകരമായിട്ട് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ധാരിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ എന്ത് പറയും എന്നുള്ള ചിന്തകളുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ മാറ്റി മനസ്സിലാക്കാം. ഇത്രയും നാൾ വരെ അവസരങ്ങൾ പലതും നമ്മുടെ മുന്നിലൂടെ അങ്ങനെ കടന്നുപോയില്ലേ? അപ്പൊ അവിടെയൊക്കെ നമ്മള് പരാജയപ്പെട്ടു പോയില്ലേ? കാരണം നമുക്ക് അവസരങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഇത്രയുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഇടയിൽ എത്രയോ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇന്ന് ചിന്തിക്കുമ്പോൾ അന്നൊരു പക്ഷെ ഞാൻ കുറച്ചും കൂടി ഒരു വിവേക ബുദ്ധിയോടുകൂടി പെരുമാറിയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടില്ലേ? യെസ്. അപ്പൊ അവസരങ്ങൾ നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അതിൽപ്പെട്ടൊരു അവസരമാണ് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ നിങ്ങളെ പറയുമ്പോൾ റിയാക്ട് ചെയ്യാൻ. ആ റിയാക്ട് ചെയ്യുന്നത് തന്നെ ഒരു ധൈര്യത്തിന്റെ വളരെ കോൺഫിഡൻസിന്റെ ലെവലാണ്. ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി കോൺഫിഡൻസ്. അപ്പൊ ആ കോൺഫിഡൻസ് നിങ്ങൾ കാണിക്കുക. ഓക്കെ, അക്ഷയ ജെയിൻ, യു ആർ ഫ്രം ആശ ജെയിൻ, യു ആർ ഫ്രം maybe. Okay. Asha Jain. കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹലോ സർ, ഓക്കെ കേൾക്കുന്നുണ്ട്. ഒന്ന് റിയാക്ട് ചെയ്തേ. ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് നെറ്റ് പ്രോബ്ലം ആണ്. ഓക്കെ, നോ പ്രോബ്ലം. യു ആർ കമ്മിങ് ഫ്രം ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട്, പള്ളിക്കൽ സ്ഥലം. Okay, very good. Okay. So, suppose that you are attending an interview for a job. Okay, sir. I ask you the first question. Okay, sir. Your name is Asha. Please give an introduction about yourself. My name is Asha Yu. Yes. മലയാളത്തിൽ മതിയോ സർ? അതോ ഫുൾ ഇംഗ്ലീഷ്? നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് വിത്ത് ഇംഗ്ലീഷ്. ഓക്കെ, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. തെറ്റ് അതിനോട് വിഷയമേ ഇല്ല. തെറ്റ് പറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ, യെസ്, പറഞ്ഞോളൂ. ഹലോ സർ. പറഞ്ഞോളൂ. ഹലോ സർ, അതെ നെറ്റ് പ്രോബ്ലം. അതാ ഒന്ന് ഹലോ. ഓക്കെ, പറഞ്ഞോളൂ. യെസ്. Hello sir, I am working in ജോബിലാണ് sir. I am working in accountant, 15 years. Yes. പിന്നെ I am married Jaykumar S. Yes. My daughter Devika. Yes. I studying അല്ല പിന്നെ ആവശ്യമില്ല. My daughter studies in standard 10th sir, 10th. Okay. Okay sir. That is all. Okay. I appreciate you. കാരണം ഇതിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇത്രയെങ്കിലും ആശ പറഞ്ഞില്ലേ? അത് തന്നെ ആലോചിക്കാൻ സമയം കിട്ടാതെ ഉള്ള സമയത്തിനുള്ള ആലോചിക്കാൻ പറഞ്ഞില്ലേ? ഓക്കെ. ഇനി ഞാൻ ഒരാളുടെ പേര് പറയുന്നില്ല. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് 2 വാക്ക് ഞാൻ ഇന്നയാളാണ് സെൽഫ് കോൺഫിഡൻസോട് കൂടി പറയാൻ ധൈര്യമുള്ള ഒരു വ്യക്തി. Yes. Sajida. My name is Sajida Banu. Yes. My husband name is Abdul Hakim. Yes. 1 daughter and 1 son. Yes. Hasna Ashif. Yes. Hasna degree പഠിക്കുന്നു. Yes. മോൻ +1 പഠിക്കുന്നു. യെസ്. ഓക്കെ. ഇനി സജന എവിടം വരെ പഠിച്ചു? സജനയുടെ ഹോബി എന്താണ്? അങ്ങനെയൊക്കെ +2. Studying
+1, +2, PPTTC, Yes. hobbies, Hmm. reading, writing. Yes. Yes, sir. Okay, very good, very good. Sayida, congratulations. And I appreciate you very much. Okay, okay, okay. Thank you. Hello, sir. Yes, for the Ministry. I am Mini Srikumar. I am Yes. from Workala, Trivandrum district. Yes. I am a housewife. There are 5 members in my family: my mother, my husband, my son, and my daughter, and me. അതെ ഇവിടെ ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറഞ്ഞോളൂ. Ministry. There are 5 members in my home: Yes, okay, okay, okay. my mother, my husband, my son, my daughter, and me. Yes, okay. My hobbies are listening music and traveling. Yes, I completed my degree in PG yes, History, MA History. yes. I am expert in cooking. Expert in? Cooking. Yeah, yes, okay, okay, okay. Yes. Okay, thank you, sir. Very good, very good, very good. Very, very good. Hi, sir. Hello, Okay, okay. രണ്ടുപേരും ഒരേ സമയം. ദിവ്യ ഷാജി. Okay. Hello, sir. Good afternoon. ദിവ്യ ഷാജു അല്ലേ പറയണേ? Yes, sir. Yes, okay, okay. അതെ, ഭയങ്കര ശബ്ദം വരുന്നുണ്ട്. Hello, sir. പറഞ്ഞോളൂ. My name is Divya Krishnadas. I am from Palakkad. I am married. My husband name is Krishnadas. I Yes. have 2 daughters. I had completed +2 and diploma in hospital administration in Avoda. Yes. 7 years before, I had completed at Kims Al Shifa Hospital in Perinthalmanna. Yes. Well, great. Hello. That is all. Okay, sir. Thank you, sir. Okay, very good. Okay. Hi, sir. Okay. My name is Meena. Who is that? Meena Suresh. Yeah. I'm coming from Malappuram, Yes. and I'm completed my degree in economics, and Yes. also completed diploma in computer application. Yes. I'm married. Yes. My husband is in hotel management, completed hotel management, and he's now working in the position of executive manager Yes. in Kozhikode Ravis Hotel. Yes. I have 2 children. Yes. That's it. Thank you. And your hobbies? Your dream? Listening Yes. music. That's it. That is all. Okay. Well, let me ask you one more question. Why did you select economics? Do you like the subject economics? Yeah. I like. You like the subject? So when you were the high school student, who was your favorite teacher? Favorite teacher. Rosama teacher. Rosama teacher. Rosama teacher was your favorite teacher. Why did you like her very much? She's very friendly Yes. and Any other quality? she's Which very subject did you? No. Okay. Carry on. very talkative. Yes. That's it. That's all. So, which subject did she teach you? Economics. Rosama teacher? Economics. Economics. Okay, that is why it is because of your love to Rosama teacher that you selected economics for your PG degree. Am I right? Exactly. Okay. Very good. Okay. Who is next? Adazarana.
ഓക്കെ, മീനാക്ഷി വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. Hello, sir. പറഞ്ഞോളൂ. അജന്ത. Good morning. Anjana. യെസ്. അഞ്ജന. My name is Anjana. യെസ്. I am from Malappuram. യെസ്. I have completed +2 in MLG course. യെസ്. I am a housewife. യെസ്. My husband is Rijesh. യെസ്. 2 doctors. യെസ്. My hobby is cooking. Yes. Reading. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അഞ്ജന, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. ഇനി ഹു ഈസ് നെക്സ്റ്റ്? അടുത്തതാരാണ്? Good afternoon, sir. അൽഫിയ പറയൂ. അൽഫിയ പറഞ്ഞതിന് ശേഷം അമീനക്ക് തരാം. അൽഫിയ പറഞ്ഞു. Good afternoon, sir. My name is Alfia Rashid. I am coming from Karunagapadi, Kollam. Yes. I am a dental graduate and working as a dentist in nearby clinic for the past 2 years. Yes. I am married and have a son. My husband is a businessman. Yes. My hobbies include reading, writing, etc. Yes. Now I am planning to go abroad. And I have joined this class as a passion to learn new things. Yes. Okay, thank you, sir. Okay, very good, Alfia. Very good. Yes. ഇനി ഹു ഈസ് നെക്സ്റ്റ്? അടുത്തത് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത് Sir, സംഗീത. പറഞ്ഞോളൂ സംഗീത. good afternoon. My name is Sangeeta. Yes. I am coming from Pathanamthitta. Yes. I am a housewife. Yes. I am married and my husband's name is Vishnu Raj and I have a son. He is 3 years old. Yes. And my hobbies are reading books, cooking, etc. Thank you, sir. That's all. Very good. ഇനി ഞാൻ ഇപ്പൊ ഇതിന്റെ അകത്ത് ഒരു പൊതുവായിട്ടുള്ള കാര്യം പറയാം. നമ്മളിപ്പോ ഇന്റർവ്യൂവിനൊക്കെ ചെന്ന് കഴിയുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാട്ട് ഈസ് യുവർ ഹോബി എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ ഉടനെ കയറിയിട്ട് എന്ത് പറയും? റീഡിങ് എന്ന് നമ്മൾ ആൻസർ പറയും. റീഡിങ് ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടി പറയുന്നത്. എപ്പോഴും നമ്മൾ പറയുന്ന ആൻസറിൽ നിന്ന് അടുത്തൊരു ചോദ്യത്തിനുള്ള ഒരു സ്കോപ്പ് ഇട്ട് കൊടുക്കരുത്. റീഡിങ് നിങ്ങളുടെ ശരിക്കുമായിട്ടുള്ള ഹോബി ആണെങ്കിൽ നിങ്ങൾ റീഡിങ് പറഞ്ഞോ, നോ പ്രോബ്ലം. വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരുന്നത് ഇതായിരിക്കും, വിച്ച് ടൈപ്പ് ഓഫ് ബുക്സ് യു റീഡ്? ദിസ് വിൽ ബി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ മറുപടി പറയും ഐ റീഡ് ഓട്ടോബയോഗ്രഫി. അപ്പോൾ ഈ ഇന്റർവ്യൂ ബോർഡിലിരിക്കുന്ന ആള് ഒരു 4-5 ഓട്ടോബയോഗ്രഫി പേരുകൾ പറയും. ഹാവ് യു റെഡ് ദിസ് ബയോഗ്രഫി? നമുക്ക് ഈ ഇത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ വായിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ അവസാനം അദ്ദേഹം ചോദിക്കും നെയിം ദ ഓട്ടോബയോഗ്രഫി ദാറ്റ് യു റെഡ് ലാസ്റ്റ്. നിങ്ങൾ ഏറ്റവും ഒടുവിൽ വായിച്ച ഓട്ടോബയോഗ്രഫിയുടെ പേരെന്താന്ന് പറയും. അപ്പൊ അതുപോലെ നമുക്ക് പറയാം. അപ്പൊ ഒരു ചോദ്യത്തിന്റെ ആൻസർ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അത് അടുത്തൊരു ചോദ്യത്തിലേക്കുള്ള ഒരു സ്കോപ്പ് ഇട്ട് കൊടുക്കലാവരുത്. ഓക്കെ. അപ്പൊ എപ്പോഴും ഇപ്പൊ നിങ്ങൾ റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ റീഡിങ് ആണെങ്കിലും മാത്രമേ റീഡിംഗ് എന്ന് പറയാവൂ, അല്ല എങ്കിൽ അതിന് ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ. യെസ്. ഇനി who is next to make an introduction about yourself? Hello, sir. Oh yes, പറയൂ. ആരാണ്? പ്രമീള. Yes. I am Pramila. Yes. I am from Kozhikode. Yes. My husband's name is Sashidharan. Yes. I have 3 daughters. Yes. My qualification is +2. Yes. I am interested in dancing. You are interested in dancing. Oh, very good, very good. Pramila, I am going to ask you one question. When you were a high school student, when you were the 10th standard student, which subject did you like most? Or which was your favorite subject? History. History. Why did you like history most? ഉത്തരം പറയണ തെറ്റിക്കോട്ടെ, പറയാൻ ശ്രമിച്ചാൽ മതി. Why did you like history most? ചോദ്യം പിടികിട്ടിയില്ലേ? I like to study
I like to study. Correct ആണോ പറഞ്ഞത്? History. I like to. Why did you like? Is there any reason? Sometimes that may be you are fond to the history teacher. Is there any other reason for studying history? ഇല്ലല്ലേ, ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ പ്രമീള, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി ഇത്രയും നേരം പറഞ്ഞപ്പോ എല്ലാവരും പെൺകുട്ടികളാണ് വന്നത്, ആൺകുട്ടികൾ ആരും വന്നില്ല. രാജേഷ് ഗോപി, യെസ്. ഇനി ആരാണ്? To make an introduction about Hi, sir. Hello, sir. പറഞ്ഞോളൂ. രാജേഷ്. I'm Rajesh Kubri. Good afternoon. Good afternoon. Yes. I'm from Ernakulam district near Perumbavoor. Oh, very good. No. I'm working as an administrator in Doha, Qatar. Now I am in Yes. job. Yes. I think you are on duty now. Yes. Okay. Carry on. Okay, sir. Thank you so much. Oh, very good. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാന്ന് പറയാൻ തന്നെ അത് തന്നെ ഒരു ഏറ്റവും വലിയ വിജയമാണ്. ഒരു വാചകം നിങ്ങൾ പറഞ്ഞോളൂ, ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ആ ഒരു വാചകം നിങ്ങൾ പറയുമ്പോൾ ആ ഒരു വാചകം പറയാനുള്ള കോൺഫിഡൻസ് ഇല്ലേ, ആ കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. ഈ നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ പറയാൻ ധൈര്യമുണ്ടാവും. പക്ഷെ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കിയിട്ട് പറയാൻ പറ്റൂല. അപ്പൊ നമുക്ക് വളരെയധികം മാനസികമായിട്ടുള്ള ടെൻഷൻ കൂടും. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ ഒരു ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ അതിനകത്തൊരു വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ രാജേഷ് പറഞ്ഞു. ഇനി അടുത്തതാരാണ്? Good afternoon, sir. ഓക്കെ, ശില്പ പറയും. My name is Shilpa. I come from Yes. Pambakula. There are 3 members in my family. Father, mother, Yes. and me. I graduate degree. Yes. My hobbies are travel and driving. Yes. That's all. That is all. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വെരി ഗുഡ് ശില്പ, വെരി ഗുഡ്. ഓക്കെ, ഇനി ആരാണ് നെക്സ്റ്റ്? Hello, sir. Hi, sir. ഓക്കെ. അപ്പോ അമീന പറഞ്ഞിട്ട് നമുക്ക് വരാം കേട്ടോ. യെസ്, അമീന ഹബി. My name is Amina. Yes. I am coming from Kollam. Yes. My qualification is diploma in secretary practice and degree. I am married. Yes. My husband name is Hadi. Yes. My daughter name is Hania. Yes. 8 months also. Yes. Yes. പറഞ്ഞോളൂ, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ അമീന, വെരി ഗുഡ്. അപ്പൊ അമീന ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഓക്കെ. ഇത് പെട്ടെന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് കുഴപ്പമില്ല. ഒന്നുകൂടി നമ്മളൊന്ന് പറയാൻ വേണ്ടി കണക്കാക്കി വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ അമീനക്ക് പറയാൻ പറ്റുന്ന മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. പറയാതിരിക്കണം. ഓക്കെ, അമിത മുരളി. Hi, my name is Kumari Amita, and I'm from Tiruvalla. I've completed my BA History, and my family member consists of 3: myself, father, and my brother. And yes, I have experience into MNC company, and currently I'm pursuing this diploma course for better future. And my hobbies are pencil sketching. Oh, very good. Also, I do crochet. Yes. And that's knitting. And that's all about myself. Oh, very good. Yes. Aditya.
My name is Aditya V. I'm coming from Kollam. I'm completed 12th standard in 2024. My hobbies are listening, gardening, music. My family has 3 members, including me. Thank you, sir. ഓക്കെ, ആദ്യത്തെ പറഞ്ഞതില് മറ്റുള്ള വ്യത്യസ്തമായിട്ടൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആദ്യത്തെ പാസ്സായ വർഷം കൂടി പറഞ്ഞു. ഐ പാസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഞാൻ അത് വേറായാലും ഐ പാസ്ഡ് ഐ എം ഡിഗ്രി ഹോൾഡർ എന്ന് പറഞ്ഞപ്പോ ആദ്യത്തെ പറഞ്ഞപ്പോ ഐ പാസ്ഡ് ഇൻ ദ ഇയർ എന്ന് കൂടി പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്തതാരാണ്? Hello, good afternoon, sir. Yes, my name is Bimal P.S. My family consists of 5 members. My parents, my younger sister, and me. I am fond of listening of music, traveling, and craft work. I am a postgraduate in Master of Commerce. I have completed my medical coding course, and also I have 2 years experience as an accountant field. Very good, very good. Yes, very good, very good. Okay. Yes. About Subimol. Sir. Okay, now you okay, Pole, Subimol. Now tomorrow onwards 2025. Subimol Goya. Okay, what is your expectation about 2025? What is your expectation about 2025? ഈ 2025 കടക്കുമ്പോൾ സുബിമോളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? എനിക്കൊരു പുതിയ നല്ല ജോലി വേണം, ഒരു നല്ല ജോലി നോക്കണം. ഓക്കെ, ഇംഗ്ലീഷ് പറഞ്ഞു, അത് ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി. My ambition is to secure a job. പിന്നെ പറഞ്ഞോളൂ, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. My ambition is to secure a job in a hospital administration. Okay. Or as a hospital administrator. Yes. പിന്നെ എന്താണ് 2025 നോക്കുമ്പോൾ സുബിമോള് കാണുന്ന പ്രതീക്ഷ? In hospital administration field, അറിയില്ല. യെസ്, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. തെറ്റുക എന്നുള്ള ഇതിനെ ചിന്തിക്കാൻ വേണ്ട, നോ പ്രോബ്ലം. യെസ്. സുബിമോള് ആലോചിച്ചോട്ടോ, ഞാൻ കുറച്ച് വീട്ടിൽ വരും. എന്നിട്ട് പറഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞു. ഷൈന പറഞ്ഞോളൂ. ഷൈന. From Kollam. My husband name is Sugil. I have 2 daughters. My hobby cooking. Okay, അപ്പൊ ഷൈന, which is your favorite food? Favorite food idli. Idli. Why did you like idli? Idli sambar I like. I like most. Tasty. I like tasty. It is very tasty, so you like it. Oh, very good, very good. Yes. Okay, very good, very good. ഇനി വേറെ എന്തെങ്കിലും ഷൈനയ്ക്ക് ഷൈനയുടേതായ രീതിയിൽ പറയാനുള്ളത്? എന്റെ അടുത്ത് സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, എനിക്ക് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ പറയും. പറയാൻ പറ്റുമോ ശ്രമിക്കുക. 5-6 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയാൻ പറ്റുമോ അറിയാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ. നമുക്ക് അതുപോലുള്ള ആളുകളെ ആവശ്യമായിട്ടുള്ളത്. ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആളുകൾ. ഓക്കെ, പറയാൻ പറ്റുമെന്ന് അറിയാൻ കുറെ നാളായിട്ടാ വീട്ടിലായിട്ട്, വർഷങ്ങളായി. ഓക്കെ, ഷൈന, ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ ഇപ്പോ 2:05 ആ സമയം വരെ ചെയ്ത കാര്യം ഒന്ന് പറഞ്ഞു. എനിക്ക് പനിയാണ്, പനിയായിട്ട് നമുക്ക് തുടക്കം വിടാം. ഐ വിൽ സ്റ്റാർട്ട്. I got up at 6 o'clock. സമയമൊക്കെ മാറ്റിക്കോട്ടെ. I got up at 6 o'clock in the morning. ഞാൻ 5 o'clock wake up in 5 o'clock. Okay. 5 o'clock. My son Naveen. My son Naveen
സ്കൂളിൽ കൊണ്ടുവന്നാക്കി. മോനെ സ്കൂളിൽ കൊണ്ടുവിട്ട്. പിന്നെ മോളുണ്ട്. എനിക്ക് പറയാൻ ധൈര്യമായിട്ട് പറഞ്ഞോ. യെസ്, ഓക്കെ ഓക്കെ. വീരാഴ്ച വരെ സപ്പോർട്ട് ചെയ്യണം. യെസ്. മൈ ഡാറ്റർ നിവേദ്യ. പിന്നെ ഐ കുക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. I cooking breakfast and after പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാനിങ്ങനെ പറയും, തെറ്റൊക്കെ തെറ്റിക്കോട്ടെ, അതൊരു ചിന്ത ആദ്യം മനസ്സിൽ വരുന്നത്. പ്രസംഗിക്കാനായിട്ട് പരിശീലനം കൊടുക്കുമ്പോൾ അവര് പറയും, മുമ്പിലിരിക്കുന്നവരെല്ലാവരും മണ്ടന്മാരെന്ന് വിചാരിച്ചിട്ട് പ്രസംഗിക്കണം. കാരണം താഴേക്ക് നോക്കിക്കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളെ പഠിപ്പിച്ച സാറുണ്ടാവും, നമ്മുടെ വീട്ടിലെ ബന്ധുക്കളുണ്ടാവും. ഓ, ഇവരുടെ മുന്നിൽ ഞാനിത് പറയേണ്ടി വരുമല്ലോ, ഇത് തെറ്റിക്കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോൾ ഇവരെന്നെ കളിയാക്കുമല്ലോ. ഈ ചിന്തകൾ വിട്ടേക്കാം, അവർ പറഞ്ഞേക്കാം. ഓക്കെ, വെരി ഗുഡ്. അതിനെ തുടങ്ങിക്കോ. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. രാവിലെ എഴുന്നേൽക്കും, നമുക്ക് അവിടെ നോക്കി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ആ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഒന്ന് ബ്രഷ് ചെയ്തു. ഐ ബ്രഷ് ടു മൈ ടീത്ത്. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് വന്നു. ഐ കെയിം ടു കിച്ചൺ. എന്ത് ചെയ്തു? ഐ പ്രിപ്പയർഡ് എ കോഫി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഐ drank a cup of tea and gave 1 cup to my husband or daughter, son, അങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഫുഡ് ഉണ്ടാക്കി. ഐ പ്രിപ്പയർഡ് ദ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ മൈ ഫാമിലി. കുടുംബത്തിന് വേണ്ടി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ദെൻ ഐ ചെക്ക്ഡ് മൈ ഇമെയിൽസ് ഓർ ഐ റെഡ് ദ ന്യൂസ് പേപ്പർ. ഇങ്ങനെ സിമ്പിൾ ആയിട്ട്, നമ്മൾ വലുത് പിടിക്കേണ്ട, സിമ്പിൾ ആയിട്ട് ഇങ്ങോട്ട് പോരട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ് ഇട്ടിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ നിങ്ങൾ പറയണ്ട, ബാക്കിയുള്ളവർ, സാറേ എന്ന് നടന്ന സംഭവം ഞാനൊന്ന് പറയാം. എന്റെ വീട്ടില് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഈ സമയം വരെ ചെയ്ത കാര്യം ഞാനൊന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് പറയണം. ഓക്കെ, അപ്പൊ ഷൈൻ ഇത് തുടങ്ങി വെക്കുകയാണ് ഈ സ്റ്റാർട്ടിങ്. ഓക്കെ, ഷൈൻ ഐശ്വര്യമായിട്ട് വിളിക്കും. ഇന്ന് എനിക്ക് ഫീവർ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. വേറെ ആരെങ്കിലും തുടങ്ങി വെക്കട്ടെ സാറേ. ഇന്ന് ഫീവർ, പനിയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വേറെ ആരെങ്കിലും തുടങ്ങി വെച്ചെന്ന്, അതുകൊണ്ട് സംസാരിക്കാനും പോലും വയ്യായിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെ ഫീവർ ആയിട്ടിരിക്കുന്ന സമയത്തും ഇത് പറയാനും, സാറ് ചോദിച്ചോ ഞാൻ പറയാമെന്ന് പറഞ്ഞു കാണിച്ച ആ വലിയ ധൈര്യമില്ല. അത് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ, പറയുക എന്നുള്ളതല്ല, ആ പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ശ്രമം ഉണ്ടല്ലോ, അതൊരു കോൺഫിഡൻസ് ആണ്. ഇപ്പൊ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞു. നിങ്ങൾ ആ ഉത്തരം പറയുമ്പോൾ ആ പറയാനെടുക്കുന്ന സമയം, ആ സമയത്ത് നിങ്ങളുടെ മുഖത്ത് വരുന്ന മാറ്റം, നേരിട്ട് സംസാരിക്കുകയും ഇതിൽ നിന്നൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ആവില്ലേ? തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പൊ പറയുന്നതിലല്ല, ആ വരികൾക്കിടയിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും ചില ആളുകളുടെ കഴിവുകള്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഇത്രയും നേരം ഇപ്പൊ നമ്മൾ സംസാരിച്ചപ്പോ തന്നെ ഏതാണ്ട് നമ്മള് 10-17 പേരോട് സംസാരിച്ചു. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങളെ ഈ ബാച്ച് വളരെ ടാലന്റ് ആയിട്ടുള്ള ബാച്ചാണ്. കഴിവുള്ള കുട്ടികൾ, അതുപോലെ 1-2 പേരെ വളരെ മനോഹരമായിട്ട് സംസാരിച്ചു. യെസ്, അപ്പൊ നിങ്ങൾ വളരെ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. നിങ്ങൾ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും എത്തും. എല്ലാവരും ഒരു ലെവലിൽ നിങ്ങൾ എത്തും. അല്പം വൈകിപ്പോയി എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ ബെറ്റർ ലേറ്റ് ദാൻ നെവർ. വൈകിപ്പോയി എന്നുള്ള ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവസരങ്ങള്, സമയം ഇനി നിങ്ങളുടെ മുന്നിൽ കടന്നു പോകും. അങ്ങനെ കടന്നു പോകുമ്പോൾ ഇനി നമ്മൾ മടിച്ചു വെക്കേണ്ട കാര്യമില്ല. സ്വയം നമ്മളൊന്ന് ചിന്തിക്കുക. പല അവസരങ്ങളിൽ കടന്നു പോയതാണ്, അവിടെയൊക്കെ നമ്മളൊന്ന് മടിച്ച് അറച്ചു നിന്നത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ നമുക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാല്, ഈ ഒരു ജോലി വേണം എന്നുള്ളതൊരു ആവശ്യമല്ല, അതൊരു അത്യാവശ്യമാണ്. പക്ഷെ ഇത് ഒരു ആവശ്യമായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. ഒരുപക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ വന്നു. അത് പക്ഷെ കുടുംബപരമായിരിക്കാം, ഫിനാൻഷ്യലായിരിക്കാം, മറ്റു വലുതുമായിരിക്കാം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആവശ്യം എന്നുള്ളതൊന്നും മാറി, അതൊരു അത്യാവശ്യമായിട്ട് മാറി. അപ്പൊ ഇത് കിട്ടിയേ തീരൂ എന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ വിലക്കിടകൾ എയിം നിയർ ദ സ്റ്റാർ ദെൻ വി ക്യാൻ റീച്ച് എബോവ് ദ ട്രീ. ആകാശത്തോളം നമ്മൾ സ്വപ്നം കാണുക. ആകാശത്തോളം നമ്മൾ സ്വപ്നം കണ്ട ആ മരത്തിന്റെ മുകളിലേക്ക് നമ്മൾ എത്തും. ധൈര്യമെടുക്കുക. അല്ലെ, APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ കാണുക. അപ്പോ എന്താണ് സ്വപ്നം എന്നുള്ളതിന് അദ്ദേഹം ഒരു നിർവചനവും കൊടുക്കുന്നുണ്ട്.
സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങുമ്പോൾ നമ്മൾ കാണുന്നതല്ല സ്വപ്നം. ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് ഇങ്ങനെ ഉറക്കം കെടുത്തും. അത് കിട്ടിയേ തീരൂ, അത് സംഭവിച്ചേ തീരൂ എന്നോ, അതാണ് ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മൾ കാണുന്നില്ലേ, അതായിരിക്കണം നമ്മുടെ സ്വപ്നം. ആ സ്വപ്നത്തിനോട് വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങൾ നോക്കിയ ചില ടെൻഷനോ വിഷമങ്ങളോ നിങ്ങൾക്ക് വന്ന സമയത്ത് രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റാറില്ല, ഉറങ്ങാതെ കിടക്കും. ഇനി അഥവാ ഒന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെയും അത് തന്നെ. ഇതുപോലെയാണ് നമ്മളുടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ജോലി വേണമെന്നുള്ള ആഗ്രഹവും അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പെർസിവറൻസ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ എത്തും. ആ കാര്യത്തിലേക്ക് 100% ഉറപ്പില്ല. കാരണം നിങ്ങൾ കുറച്ച് ഞാനത് തുടങ്ങിയിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ അവിടെ കൃത്യമായിട്ട് റിയാക്ട് ചെയ്തു. അത് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. യെസ്. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് ഇപ്പൊ ഓക്കെ, നേരത്തെ വരാൻ ഒരാള് ശില്പ. ഓക്കെ, ശില്പ ഏത് കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞേ? ബികോം. ഓക്കെ. ശില്പയുടെ നാട് എവിടെയാണ്? പാമ്പാക്കുട. ഓക്കെ. ഏത് ജില്ലയാണത്? എറണാകുളം. ഓക്കെ. അപ്പോ ഞാൻ ശില്പിയോടൊരു വാചകം പറയുന്നു. ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് പാമ്പാക്കുടയിൽ വെച്ച് ഒരു പാമ്പിനെ വടികൊണ്ട് അടിച്ചു കൊന്നു. ഇതാണ്. ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് പാമ്പാക്കുടയിൽ വെച്ച് ഒരു പാമ്പിനെ വടികൊണ്ട് അടിച്ചു കൊന്നു. ഞാൻ പറയുന്നു, ഇതൊന്ന് ഇംഗ്ലീഷിലോട്ട് ഇങ്ങോട്ട് പറഞ്ഞു. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. Yesterday at 10 a.m. at Pambakuda. Yes. ഞാനാണ് പാമ്പിനെ അടിച്ചു കൊന്നെന്ന് പറഞ്ഞത്. ശില്പനാണ് കൊന്നത്. ഞാൻ പറഞ്ഞപ്പോ ഞാനൊന്ന് പറഞ്ഞോളൂ, ശില്പനെ കൊന്നത് ചോദിച്ചു. പാമ്പാക്കുട വന്നു, യെസ്റ്റർഡേ വന്നു, 10 AM വന്നു. ഓക്കെ. ആ പിന്നെ 10 a.m. at Pambakuda. ഓക്കെ, കഴിഞ്ഞോ? അറിയത്തില്ല. ഓക്കെ ശില്പ, കുഴപ്പമില്ല. തെറ്റിക്കോട്ടെ. തെറ്റുക എന്ന് പറയുന്ന നമുക്കൊരു വിഷയമേ ഇല്ല. എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ അത് വരുത്തണമെങ്കിൽ ഒരു ചാൻസ് എടുത്തരാം. നേരത്തെ പറഞ്ഞതിലോ എന്തെങ്കിലും ഒരു ചേഞ്ചസ്, അത് അങ്ങനെയല്ല സാറേ, ഒരു ചെറിയൊരു മാറ്റമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റം വരുത്താനുണ്ടെങ്കിൽ പറയാം. ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ മതി അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. രാജേഷ് PR ഒന്ന് പറഞ്ഞു നോക്കിയേ. രാജേഷിന്റെ നാട് എവിടെയാ? കോട്ടയം. അപ്പൊ രാജേഷ് പറഞ്ഞാൽ മതി. കോട്ടയത്ത് വെച്ച് ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് ഒരു പാമ്പിനെ വടി കൊണ്ട് അടിച്ചു കൊന്നു എന്നാണ് ഇംഗ്ലീഷ് പറഞ്ഞു. Yesterday morning at 10 o'clock. ശരിയാണ്, പറഞ്ഞോളൂ. Was beaten to death in the. Yes. ഓക്കെ, കഴിഞ്ഞു രാജേഷ്? എന്തെങ്കിലും മോഡിഫിക്കേഷൻ? ഓക്കെ, വെരി ഗുഡ് രാജേഷ്. ഓക്കെ. ഇനി അടുത്തത് ആരാണ്? ആർദ്ര രാജേന്ദ്രൻ. തെറ്റിക്കോട്ടെ, പറഞ്ഞു തെറ്റിക്കോട്ടെ. ഇപ്പൊ 2 പേര് പറഞ്ഞില്ലേ, അവർക്ക് അറിയാവുന്ന പോലെ ഞങ്ങൾ പറഞ്ഞു. കേട്ടായിരുന്നോ? ഹലോ, ഒന്നുകൂടി പറഞ്ഞു തരാം. അതിന്റെ ഇടയ്ക്ക് കട്ടായി പോയിരുന്നു. Yesterday at 10 o'clock in the morning, I beat and killed a snake in Kottayam. Yes. Kottayam. Okay. നമുക്ക് അതിന്റെ പിന്നും ക്ഷേമം ഒന്നുകൂടി വരാം. ഓക്കെ, വെരി ഗുഡ്. ഇനി
ഇതിനകത്ത് പിന്നെ ഞാൻ ആൺകുട്ടികൾ ആരാന്ന് നോക്കിയതല്ല. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച സജിത ബാനു വീണ്ടും മടങ്ങി വരികയാണ്. സജിത ബാനു. പറഞ്ഞു. സജിത നാളെ എവിടെയാ പറഞ്ഞേ? പത്തനംതിട്ട. പാലക്കാട്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, പാലക്കാട്. നല്ല സ്ഥലമാണ് പാലക്കാട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമുക്ക് പറയാം, പാലക്കാട് വെച്ച് ഞാനൊരു പാമ്പിനെ ഇന്നലെ രാവിലെ 10 മണിക്ക് പടി കൊണ്ട് അടിച്ചു കൊന്നു എന്ന് പറയുമ്പോ ഞാൻ പാമ്പിനെ കൊല്ലൂല സാറേ എന്ന് പറയണ്ട, കൊല്ലണ്ട. പക്ഷെ നമുക്ക് സെന്റൻസ് യെസ്. Yesterday, 10 o'clock, snake killed in Palakkad. അങ്ങനെയാണോ? എനിക്കറിയില്ല. ഏതാണ്ട് അതിൻ്റെ അകത്ത് സംഗതികളൊക്കെ വന്നിട്ടുണ്ട്. ഷൈന സുബി, ഷൈന പറഞ്ഞത് എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറയാന്ന്. ഷൈന. യെസ്. അപ്പൊ ഷൈന കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി അടുത്തതാണ്. ഓക്കെ ഷൈന പനിയാണെന്നറിയാം, എന്നാലും ഞങ്ങൾ ചോദിക്കുകയാണ്. ഷൈനയുടെ നാട്ടിൽ വെച്ച് ഷൈന ഒരു പാമ്പിനെ പടി കൊണ്ടടിച്ചതിൽ രാവിലെ പോകുന്നത് എങ്ങനെ ഇംഗ്ലീഷ് പറയും? Yesterday 10 o'clock I killed a snake at പാലക്കാട്. യെസ്, ഓക്കെ 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 ഓക്കെ. റെഡി. ഓക്കെ, ഇനി വേറെ ആർക്ക്? സാലു അനു. ഇല്ല. ഓക്കെ, അപ്പൊ ഞാനേ ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞത് ഞാൻ കേട്ടു കഴിഞ്ഞപ്പോ ചില ആളുകളെ സംഭവങ്ങളൊക്കെ കറക്റ്റാണ്, ചില വാക്കുകൾ ചില സ്ഥലത്ത് കിട്ടാതെ പോയിട്ട് അപ്പൊ അത് ചില ആളുകളുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നു. അപ്പൊ നമ്മൾ ഇന്ന് തീരുമാനമെടുക്കുന്നു. 2024 ഡിസംബർ മാസം 31-ാം തീയതിയിൽ പകലിനെ സാക്ഷിയാക്കി നമ്മൾ തീരുമാനമെടുക്കുന്നു. ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വാക്ക്, പുതിയ വാക്ക് നമ്മൾ പഠിക്കുന്നു. ഒരെണ്ണം, ജസ്റ്റ് വൺ. രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഡിക്ഷണറിയോ അല്ലെങ്കിൽ പുതിയ വാക്കുകളുടെ പുസ്തകമോ നമ്മുടെ മേശപ്പുറത്തോണ്ട് വെക്കുന്നു. ഒരു വാക്ക് നമ്മൾ പഠിക്കും. 2025 ഡിസംബർ മാസം 31-ാം തീയതി ആവുമ്പോൾ 365 പുതിയ വാക്കുകൾ നമ്മുടെ കയ്യിലുണ്ടാവും. ഇത് പറയുന്നു. തീരുമാനം നിങ്ങളൊപ്പം നിൽക്കുമോ? ഓക്കെ, അപ്പൊ ഇന്ന് ഓക്കെ ഒരെണ്ണം, അധികമൊന്നും ഞാൻ പറയുന്നത്. ജസ്റ്റ് വൺ, ഒരു വാക്ക്. നമുക്ക് പരിചയമുള്ളൊരു വാക്ക് നമ്മൾ പഠിക്കരുത്, ഒരു പുതിയൊരു വാക്ക് പഠിക്കുക. യെസ്, ഒരു വാക്ക് പഠിക്കുക. എൻകറേജ്മെന്റ്, പ്രോത്സാഹനം. ഓക്കെ, ഇത് ഞാൻ പഠിക്കാതെ വാക്കാണ്, ഇതെന്റെ കയ്യിലിരിക്കട്ടെ. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ മക്കളോടൊക്കെ ചോദിക്കട്ടെ എൻകറേജ്മെന്റ് അർത്ഥം അറിയാവുന്നത്. അപ്പൊ നമ്മളത് പറയുന്നത് നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്, ഒരു വാക്ക് പുതിയത് പഠിക്കുക. ഇന്ന് നമ്മൾ പഠിച്ചു ഒരു വാക്ക്, നാളെ നമ്മൾ പുതിയ വാക്ക് പഠിക്കുന്നു. നാളെ പഠിക്കുമ്പോഴൊന്നും ഓർക്കുക ഇന്നലെ പഠിച്ചത് എന്തായിരുന്നു. ഓക്കെ, അപ്പൊ അതുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്തേക്കുക. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ 365 ദിവസം കൊണ്ട് 365 പുതിയ വാക്ക് നമ്മുടെ കയ്യിൽ വരുന്നു. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷും മലയാളവും തമ്മിൽ ഇപ്പോ അറിയാവുന്നവരെ സംബന്ധിച്ചത് ഒരു ക്ലീശയായിട്ട് തോന്നാം. എങ്കിലും ഇംഗ്ലീഷ് സംസാരിച്ചതിൽ കുറച്ച് ഒരു അപാകത വന്നവരെ ഉദ്ദേശിച്ച് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് തുടക്കക്കാർക്ക് ഇത് പറയാനായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഉദാഹരണം പറയണം. ഞാൻ ചായ കുടിച്ചു. അപ്പൊ ആദ്യം ഞാനെന്ന് വരും, പിന്നെ ചായ വരും, പിന്നെ കുടിച്ചു എന്ന് പറയും അല്ലെ. ഞാൻ ചായ കുടിച്ചു, 3 വാക്ക് അങ്ങനെയാണ് വരുന്നത്. പക്ഷെ അതേ സംഗതി ഇംഗ്ലീഷിൽ പറയുമ്പോൾ മറിച്ച് പറയണം. ഞാൻ കുടിച്ചു ചായ എന്ന് പറയണം, ഐ ഡ്രാങ്ക് ടീ എന്ന് പറയണം. അല്ലാതെ ഐ ടീ ഡ്രാങ്ക് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതാണ് ഇംഗ്ലീഷും മലയാളവും തമ്മിലുള്ള എഴുതുന്നതിനുള്ളൊരു വ്യത്യാസം. ഞാൻ ചായ കുടിച്ചു എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഞാൻ കുടിച്ചു ചായ എന്ന് പറയണം. അർത്ഥം പറയുമ്പോൾ ഞാൻ ചായ കുടിച്ചു. ഇതാണ് ഇംഗ്ലീഷും മലയാളവും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. അപ്പൊ ഇംഗ്ലീഷിൽ എപ്പോഴും നമ്മൾ നോക്കുന്നത് ആദ്യം ഒരു സബ്ജക്റ്റ് പറയും. അത് കഴിഞ്ഞ് സബ്ജക്റ്റിൽ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അയാള്. അത് കഴിഞ്ഞതിന് ശേഷം അയാൾ ചെയ്ത പ്രവൃത്തി പറയും, അതിനെ പറയുന്ന പേരാണ് വെർബ്. എന്നിട്ട് നമ്മൾ ചോദിക്കും ആരെ അല്ലെങ്കിൽ എന്ത്
അപ്പോൾ ഒരു ഉത്തരം കിട്ടും. അതാണ് ഓബ്ജക്റ്റ്. അപ്പൊ ആദ്യം സബ്ജക്റ്റായി, പിന്നെ വെർബായി, പിന്നെ ഓബ്ജക്റ്റായി. പിന്നെ നമ്മളൊരു ചോദ്യം ചോദിക്കും, എങ്ങനെ, അതാണ് മാനർ. അതിനൊരു ഉത്തരം കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോദിക്കും പി, പ്ലേസ്, എവിടെ, അതിന് ഉത്തരം കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോദിക്കും ടി, ടൈം. അപ്പൊ നമുക്ക് ചുരുക്കി പറയുമ്പോൾ SVOMPT, സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. എന്നൊരു പറയുന്നു സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഈ ക്രമത്തിൽ അങ്ങനെ എഴുതി പോയി കഴിഞ്ഞാല് ഈ ഇംഗ്ലീഷ് നമ്മൾ എഴുതുന്നതിൽ അപാകത അല്ലെങ്കിൽ ഇത് കുറവുള്ള ആളുകൾക്ക്, പറയുന്നത് കുറവുള്ള ആളുകൾക്ക് നമുക്ക് തൽക്കാലം നമുക്ക് പരിഹരിച്ചു പോകാം. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ വാചകത്തിലോട്ട് നമുക്കൊന്ന് വരാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇന്നലെ പാമ്പാക്കുടയിൽ വെച്ച്, ഇന്നലെ രാവിലെ 10 മണിക്ക് പാമ്പാക്കുടയിൽ വെച്ച് ഒരു പാമ്പിനെ വടി കൊണ്ടടിച്ചു കൊന്നു. ആരാണ് ചെയ്തത്? സബ്ജക്റ്റ് ഞാൻ, ഐ. ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ്? കൊന്നു. അതാണ് വെർബ്. സബ്ജക്റ്റ് വെർബ് ഐ. ഇനി ചോദിക്കുക, എന്തിനെ കൊന്നു? ഒരു പാമ്പിനെ കൊന്നു. ഐ കിൽഡ് എ സ്നേക്ക്. ഐ കിൽഡ് എ സ്നേക്ക്. ഇനി അടുത്തത് എം, എങ്ങനെ കൊന്നു? വടി കൊണ്ടടിച്ച്, ബീറ്റിംഗ് വിത്ത് സ്റ്റിക്ക്. ഇനി അടുത്തത് ചോദിക്കുക, ടൈം, എപ്പോൾ കൊന്നു? പിന്നെ അടുത്തത് പ്ലേസ്, എവിടെ വെച്ച് കൊന്നു? അറ്റ് പാമ്പാക്കുട. പിന്നെ നമ്മൾ ചോദിക്കുന്നു ടി, ടൈം, എപ്പോഴാണ് കൊന്നത്? യെസ്റ്റർഡേ അറ്റ് 10 o'clock. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഈ ക്രമത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് സെന്റൻസ് പറയുമ്പോൾ കാര്യമായ തെറ്റില്ലാണ്ട് നമുക്ക് പോകാം. ഇതല്ലാതെയും മാറ്റങ്ങളൊക്കെ വരുത്താട്ടോ, സ്റ്റൈലിഷ് ആയിട്ടൊക്കെ പറയാം. അപ്പൊ പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ളവര് ഇനി ഇത് ഓർത്ത് വെച്ചേക്കുക, SVOMPT, സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഇനി നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നടന്ന് അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ അതെന്തോ ഈ പറഞ്ഞ ക്രമത്തിൽ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കും. മനസ്സിൽ പറഞ്ഞു നോക്കിയാൽ മതി, പുറത്ത് പറയണ്ട. ഞാനൊന്ന് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാകും? രാവിലെ നിങ്ങൾ ചായ ഉണ്ടാക്കി. അപ്പൊ ഞാൻ ചായ ഉണ്ടാക്കി. ഐ പ്രിപ്പയർഡ് ടീ. കറക്റ്റായി അല്ല, നിങ്ങൾ ഒരു പക്ഷേ ഐ ടീ പ്രിപ്പയർഡ് എന്ന് പറയും. അങ്ങനെ പറയുന്നത് ഐ സബ്ജക്റ്റ്. ആ ഐ ചെയ്ത പ്രവൃത്തി എന്താണ്? അതാണ് വെർബ്. പ്രിപ്പയർഡ്. എന്ത് പ്രിപ്പയർഡ്? ടീ. അല്ല, ആരെ അല്ലെങ്കിൽ എന്ത് എന്നുള്ളതിന്റെ ഉത്തരം മൂന്നാമതേ വരാം. ഐ പ്രിപ്പയർഡ് ടീ. യെസ്, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോ നമ്മൾ പറയുന്നത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഐ കഴിച്ചു, ടുക്ക് ദ ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ ഐ എയ്റ്റ് ദ ബ്രേക്ക്ഫാസ്റ്റ്. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. അത് സബ്ജക്റ്റ് പറയുന്നു, അത് ആരാണ് പ്രവൃത്തി ചെയ്താൽ അത്. വെർബ് പിന്നീട് പറയുന്നു, അയാൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്തത് അത്. അതിനോട് നമ്മൾ ആരെ അല്ലെങ്കിൽ എന്തെന്ന് ചോദിക്കുമ്പോൾ we will get the answer. That answer is called object. ഇനി how it is done, എങ്ങനെ ചെയ്തു, അതാണ് മാനർ. ഇനി അടുത്ത പ്ലേസ്, where it is done, എവിടെയാണ് ചെയ്തത് അല്ലെങ്കിൽ എവിടെ വെച്ചാണ് ചെയ്തത്. that is സ്ഥലത്തിന്റെ പേര് നമുക്ക് കിട്ടി. T, when it is done, എപ്പോഴാണ് ചെയ്തത്. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഈ ഒരു ക്രമത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. അപ്പോ തീർച്ചയായിട്ടും തെറ്റുകൾ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. വീണ്ടും യെസ്, ഇനി ആരാണ്? ഐശ്വര്യ. ഐശ്വര്യ പോയ. യെസ്, ഓക്കെ. മീനാക്ഷി. Yes, sir. ഓക്കെ, മീനാക്ഷി ഒരു സെന്റൻസ് പറഞ്ഞു. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, ആ രീതിയിൽ സെന്റൻസ് പറഞ്ഞു. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. സബ്ജക്റ്റ്, വെർബ്, ഒരു സബ്ജക്റ്റ്. ഇഷ്ടമുള്ള പടം. മീനാക്ഷി ഏറ്റവും അവസാനം കണ്ട സിനിമ ഏതാണ്? അത് പറഞ്ഞാൽ മതി. ഞാൻ
കണ്ടു. എന്ത് കണ്ടു? പിന്നെ പറയാം സിനിമയുടെ പേര്. അത് പറഞ്ഞ്. ഞാൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് I watched. ഐ വാച്ച്. ഓക്കെ. എന്ത് വാച്ച് എന്നുള്ളതിന് മൂന്നാമത് പറയാമോ? I watched Barros movie. ഓക്കെ ഓക്കെ, അത് കറക്റ്റായി. നമ്മൾ നീട്ടി പോകുന്നില്ല. ഓക്കെ, ഐ വാച്ച് മൂവിയുടെ പേര് പറഞ്ഞു, കറക്റ്റ് ആയത്. ഓക്കെ, സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ്. ഓക്കെ, വെരി ഗുഡ്. ഇനി വേറൊരു സെന്റൻസ് പറഞ്ഞു. സിനിമ കാണാൻ പോയപ്പോ എവിടെയാണ് പോയത്, അല്ലെങ്കിൽ എവിടെയാണ് കണ്ടത്? At Fairyland Theatre in Nellambur. യെസ്. ഓക്കെ, ഇനി വേറൊരു വാചകം പറഞ്ഞു. സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ്. ഇത്രേ പറയാവൂ. വേറെ മാനർ പ്ലേസ് ടൈമൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. കാരണം ഏറ്റവും നീളം കൂടുതൽ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കിട്ടും. സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ്. ഓക്കെ, അപ്പോ മനസ്സിലായി, ആലോചിച്ചോളൂ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ഇത് മാത്രം നമ്മൾ ഓർത്തിട്ടാൽ മതി. സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ്. ആദ്യം സബ്ജക്റ്റ് പറയുന്നു, പിന്നെ വെർബ് പറയുന്നു, പിന്നെ ഓബ്ജക്റ്റ് പറയുന്നു. ഈ ക്രമത്തിലെ ഇംഗ്ലീഷ് സെന്റൻസസ് ആവും. ആദ്യം സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ്. നീളം കൂടെ വരുമ്പോൾ നമുക്ക് മാനർ പ്ലേസ് ടൈം ഒക്കെ നമുക്ക് ചേർക്കാം. ചിലപ്പോൾ അതിനകത്ത് മാനർ ഉണ്ടാവില്ല, പ്ലേസ് ഉണ്ടാവില്ല. അപ്പൊ പ്ലേസ് ഉള്ള കാര്യം പറഞ്ഞാൽ മതി. ചിലപ്പോൾ അതിനകത്ത് മാനറും പ്ലേസ് ഉണ്ടാവില്ല, സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് പറയാം ഐ സോ ദ ഫിലിം യെസ്റ്റർഡേ അറ്റ് 10 o'clock. അപ്പൊ എങ്ങനെയെന്നുള്ളതും എവിടെയെന്നുള്ളതും ഇല്ല, കണ്ടോ? അപ്പൊ അതിനായിട്ട് നമ്മൾ ഒഴിവാക്കി. അപ്പൊ ഇത് നമ്മൾ ഓർത്തിരിക്കുക, സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ്. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു സംഗതി മാത്രമാണ്. സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് ഈ ക്രമത്തിലാണ് നമ്മളൊരു ഇംഗ്ലീഷ് സെന്റൻസ് ഫ്രെയിം ചെയ്ത് പറയേണ്ടത്. ഇനി നമുക്ക് വീണ്ടും ഇതേപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ പ്രകടനം ഇന്ന് വളരെയധികം മനോഹരമായിരുന്നു. വളരെ നല്ല കുട്ടികളാണ്, വളരെ ടാലന്റുള്ള കുട്ടികളാണ്. വൺസ് അഗെയിൻ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. 2025 നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭകരമായ ഒരു വർഷമായി തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. 2025 എല്ലാവർക്കും ജോലിയെല്ലാം കിട്ടി നല്ല രീതിയിൽ ഇതിലെപ്പോഴും കാണുമ്പോൾ സാറേ ഐ ആം വെൽ സെറ്റിൽഡ്, സെറ്റിൽഡ് ഐ ആം വെൽ സെറ്റിൽഡ് എന്ന് പറയാൻ ഇടവരുത്തേറ്റ് എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വളരെ നല്ല ഒരു പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. We will meet in the next class next day. Okay, bye. Okay. Thank you, sir. Thank you, Thank you, sir. sir. Thank you, sir. Okay. Thank you, sir. 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 Okay, okay. Thank you, sir.